ആ കയറ് മാറ്റണം. ഞാൻ തൊട്ടാ ഇവിടെ തൊഴിച്ച് മറിക്കും. ഞാൻ ഇന്നും തൊട്ട് നോക്കിയേ. ആ ഞാനുണ്ടല്ലോ, അല്ലാതെ ഇന്ന് ഞാൻ ഇവിടെ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടേ ഒന്ന് തുറന്ന് നോക്കി ചുരത്തി നിൽക്കുന്ന സമയത്ത്. രാവിലെ ഒന്നും വെട്ടില്ല. ഞാൻ എനിക്ക് കറക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് നോക്കാം. ഞാൻ കറന്നാൽ ചവിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഒന്ന് പിടിച്ചു നോക്കിയാ അവിടെ. അടിച്ചു, കൈക്കിട്ട് അടിച്ചത്. സുവർണാക്കയുടെ പശുവിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലും തോലും പോലെ ഇരിക്കുന്നു ആ പശു. ഇവളിന്നലെ മിച്ചം മറിച്ച് കളഞ്ഞ തീറ്റേ ഞാൻ ആ പശുവിനെ കൊണ്ട് കൊടുത്തിട്ടേ നിലത്തുനിന്ന് വാരിയതാണ്. ആ പശു ദൈവമേന്നും പറഞ്ഞത് ഇവിടെ ഇവക്ക് നെഹള. ഇവള് ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ തീറ്റ പാത്രം വെച്ച് മറക്കിന്. ആ പുളിയരി കാച്ചിന് എന്ന് പാത്രത്തിൽ കൊടുത്താലും മറിച്ച് കളയും. ആ പാത്രത്തിൻ്റെ ഐശ്വര്യക്കേടാണെന്ന് അറിയാൻ പാടില്ല. ആള് മാറിയ കറപ്പിക്കുക, വേറെ ആൾക്കാരും നന്നായി കറപ്പിക്കുക. തീർച്ചയായിട്ടും 150 കൊടുക്കും. സ്വാതി ഉറങ്ങണം. ആ ഞാൻ ചെയ്യാറുണ്ട്. രാവിലെ എനിക്ക് ഉറക്കം പ്രശ്നമാണ്. ഈ ഗുളിക കഴിക്കുന്നോണ്ടേ ഉറങ്ങിപ്പോവും. അതൊരു കുഴപ്പമാണ്. ആ 14,000. പക്ഷെ അവിടെ ഭയങ്കര പാടായിരുന്നു. കാണുന്നവർ ഭയങ്കര റിലയൻസ് മാളിൽ എന്തോ നല്ല ജോലിയാണെന്ന്. ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്ത് ഊത്താൻ എന്താന്ന്. നമ്മുടെ ഈ കാശുള്ളവരെല്ലാം കൂടിയിട്ടുണ്ടല്ലോ റിലയൻസ് മാളിൽ വന്ന് സാധനം മേടിക്കും. എന്നിട്ട് പാവം കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ചെന്നിട്ട് ഇതേ ഇവന്മാർ ചെന്ന് ഇല്ലാത്ത വില കുറച്ച് മേടിക്കും. റിലയൻസിൽ പറയുന്ന വില കൊടുത്ത് വാങ്ങും. നമുക്കതൊക്കെ കാണുമ്പോൾ മനസ്സിൽ സങ്കടം വരുവേ. കാരണം
ജീവിക്കാൻ അന്നത്തിന് വേണ്ടി മേടിക്കുന്നവൻ്റെ ഇന്ന് ബാർഗെയിൻ ചെയ്ത് മേടിക്കുമ്പം അത് കൊടുക്കിയൊരു ടൈമിലായിരുന്നു കാർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ കൊച്ചിൻ്റെ കാര്യത്തിൽ എത്രയോ സ്ഥലത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തരുന്നതിന് കുഴപ്പമില്ല ഏട്ടാ. ഞങ്ങൾ ഉള്ളവരൊന്നുമല്ല. നമ്മളതൊക്കെ എങ്ങനെ ഇരിക്കണ്ടോ, നമ്മളെയൊക്കെ 10 കെട്ട് വിലക്ക് പോയി കഴിഞ്ഞുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴാണ് 200 രൂപ 16 ലക്ഷം രൂപ. ഒരാൾ 10,000 രൂപ, പടിഞ്ഞാറ് 5 രൂപ. ഈ പോലീസൊക്കെ എത്ര വാദിക്കെ കിടക്കുന്നു, ഈ പോലീസൊക്കെ എങ്ങനെ വാദിക്കെ താമസിക്കുന്നത്. ഈ വേഷങ്ങളെ പോയിട്ട് മാസക്കണക്കായി കാശില്ല. നമ്മൾ 10 രൂപയാണ് നാളെല്ലാം പത്രത്തിലൊക്കെ 2 ദിവസങ്ങളിൽ പത്രത്തെക്കാർ മനോരമയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കപ്പടി മേടിക്കാനും കൂടെ യുദ്ധം നടക്കുന്നുണ്ട്. അതിനൊക്കെ പട്ടിണിയുണ്ട്. ഇവിടെ ഇറക്കിയാലല്ലേ അറിയിച്ചു കട ഇന്നും പണി നടത്തിയിട്ടുണ്ട്. അതായിരിക്കും കപ്പൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് ശമ്പളം കിട്ടും ചേട്ടാ. ശമ്പളം കിട്ടും, അതൊക്കെ ഓടി വരണ്ട്. ഞാൻ എത്തിക്കണ്ടേ. അവള് ചവിട്ടി പൊട്ടിച്ചതാണ് അവിടെ കേട്ടാ ഏട്ടാ. കറണ്ടിയൊക്കെ ഉണ്ട്. വെള്ളം പറ്റിലേക്ക് എൻ്റെ കുറേ കളിക്കാലം എന്തെങ്കിലും എത്തിച്ചാൽ അച്ഛന് പശുവിനെ മേടിച്ചാക്കൊള്ളാന്നുണ്ട്. ആ തൊഴുത്തിച്ചിരി നീട്ടിയാലാന്ന് തുടങ്ങിയ ആലോചന. 10 ലിറ്റർ പാലും ഒപ്പേറ്റിൽ വളർന്ന് ഇവിടെ അടിയിലൊക്കെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ പിടിക്കാനുള്ള കാശ് കിട്ടും. അപ്പം ചോദിക്കും താനെന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് സ്ഥലമില്ല, ഞാൻ വാടക വെക്കില്ല. അവർ സമ്മതിക്കും. ഇത് പച്ചീനെ വളർത്താൻ സമ്മതിക്കുന്നു. നീന്ത നമുക്ക് ചേട്ടൻ അവിടെ വീട് വെക്കണമെന്ന് പറഞ്ഞാൽ സ്ഥലം ഒഴിപ്പിച്ച്. ചേട്ടൻ താമസിച്ചോണ്ടിരുന്ന വീട് സ്വന്തമല്ലായിരുന്നോ? അപ്പം ഈ ആദ്യത്തെ ഓപ്പറേഷത്തിന് വിറ്റില്ലേ? വിറ്റാ അരട് മാറ്റി വെച്ചെന്നാ തള്ളയുടെ നാട് വെച്ച് മകന് വെച്ചു. ഇപ്പം ആ കൊച്ചിൻ്റെ ഇപ്പം ഈ പിക്കാശ് നേരെ കംപ്ലൈൻ്റ് ആയിട്ട് അത് റെഡിയാക്കാം. അത് കഴിഞ്ഞുകൊണ്ട് വെച്ചിട്ട് 5 വർഷമാകുമ്പോൾ അങ്ങോട്ട് നീട്ടാം. അങ്ങോട്ട് ഇച്ചിരി നീട്ടാ. 2 നല്ല പശുവുണ്ടെങ്കിൽ 2-3 പശുവുണ്ടെങ്കിൽ 3 ഉണ്ടെങ്കിൽ 10-20 ലിറ്റർ പാല് വൈകുന്നേരം കൊണ്ടുപോയി 5-10 ലിറ്റർ വളർന്നു. അച്ഛൻ പണി ഇതിനെ കൊടുത്ത് കാശ് വയ്ക്കാനാണ്. അല്ല അച്ഛനോട് ആഗ്രഹം ഇപ്പം പറഞ്ഞത് കേട്ടാ. കുളിച്ച് വന്നതാ എൻ്റെ പശുവേ. അതിനെ കണക്ക് മുഷിക്കമണം ഉണ്ടാകത്തില്ല. ആടിന് മുഷിക്കമാണ്. നമ്മുടെ ഇന്ത്യയിൽ പോയാലും പശു വളരെ